ശ്യാമേ, നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പല സമയത്തും നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ശ്യാം പറയാറുണ്ട്, ഈ പല കേസുകളും നമ്മൾ ഈ പ്രമാദമായ കൊലക്കേസുകളൊക്കെ ആണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് പറയാറുണ്ട് പലതും പോലീസ് ഫ്രെയിം ചെയ്ത പ്രതികൾ ആണ് ഉള്ളതെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഫോണിൽ ഇങ്ങനെ യാദൃച്ഛികമായിട്ട് നോക്കിയപ്പോൾ പഴയ ചില കേസുകൾ അപ്പോൾ യാദൃച്ഛികമായി നോക്കിയപ്പോൾ പഴയ ഒരു കേസ് കോവളത്ത് ലാത്യൻ യുവതി കൊല്ലപ്പെട്ട, ലാത്യൻ വനിത, വിദേശ വനിത കൊല്ലപ്പെട്ട ഒരു കേസുണ്ട്. അതിനകത്ത് 2 ചെറുപ്പക്കാരാണ് പ്രതികളായിട്ടുള്ളത്. അവർ കോവളത്ത് കൊണ്ടുപോയി, കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുന്ന ഒരു കേസാണ്. പ്രമാദമായ കേസാണ്. അവർ ചികിത്സയ്ക്ക് വരികയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ 2 ചെറുപ്പക്കാരാണ് അതിനകത്ത് പ്രതികൾ. അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ വസ്തുതകളിലേക്കൊന്ന് പോയാൽ എന്താണ് അതിൻ്റെ വസ്തുതകൾ? അതിൻ്റെ വസ്തുതകളിലേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞുതരാം. അന്നത്തെ DGP ആരാന്നറിയോ? ലോക്നാഥ് ബെഹ്റ. ലോക്നാഥ് ബെഹ്റ DGP ആയിരിക്കുന്ന ഓരോ കേസുകളും വളരെ വ്യത്യസ്തമായിട്ടുള്ള കേസുകളായിരിക്കും. ലോക്നാഥ് ബെഹ്റ DGP ആയിരിക്കുമ്പോഴാണ് നിയമവിദ്യാർത്ഥിനി എവിടെ പെരുമ്പാവൂരിലെ ജിഷ, അതെ, അമീറുൽ ഇസ്ലാം പ്രതിയാകുന്നത്. ആ കേസിൽ പ്രതിയാകുന്നത്. ആ കേസ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതും തുടങ്ങാം. ആ കേസിൽ ആ ചാർജ് ഷീറ്റിലുള്ള ഒരു സാധനമാണ് ആ കുട്ടിയുടെ മുഖത്തേറ്റ കടി. അമീറുൽ ഇസ്ലാം കടിച്ചു എന്നാണ് പറയുന്നത്. കടിച്ച പാട് FIR-ലുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ വിട്ട്, അതാണ് എനിക്ക് ആ കേസിൽ ആദ്യത്തെ സംശയം. അത് നമ്മളൊരു ആപ്പിൾ എടുത്ത് കടിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ആപ്പിളിനെ നമുക്ക് കടിക്കാൻ പറ്റും? നമ്മുടെ വായയുടെ, ഇന്ത്യക്കാരുടെ വായയുടെ ഒരു പരിധിയുണ്ട്. വിദേശികളുടെ പിന്നെയും കുറച്ചുകൂടെ ചിലരുടെയൊക്കെ വിട്ട് കൂടാറുണ്ട്. അതിലും ഉപരിയാണ് ആ വിട്ടിൻ്റെ കണക്ക് ഞാൻ വിട്ടുപോയി. അന്നത്തെ സമയത്ത് എനിക്കുണ്ടായ ഒരു ഡൗട്ടാണ് ആ കേസ്. അത് റിപ്പോർട്ടർ ഞാനായിരുന്നു. അന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. പിന്നീട് ആ കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മറ്റൊരു ഡെപ്യൂട്ടേഷനായിട്ട് എനിക്ക് മറ്റൊരു ജില്ലയിലേക്ക് മാറ്റും. ഞാൻ എന്നെ ഈ ജില്ലകളിൽ മൊത്തം ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പല പല കേസുകൾ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ എനിക്ക് ഏതൊക്കെ ജില്ലയിൽ ജോലി ചെയ്തിട്ടുണ്ട് ചുമ്മാ പറയുന്നതാണ്. അല്ലല്ല, പഴയ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ പലതും കാണാൻ പറ്റുമല്ലേ, പലതൊക്കെ കേസുകളിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇനി ഇതിലേക്ക് വരാം. ലോക്നാഥ് ബെഹ്റയാണ് ഈ കേസിലും DGP. ഇത് 2018 മാർച്ച് 14 ഇവിടെ ഒരു ആയുർവേദ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിയ ലാറ്റിൻ യുവതി, 40 വയസ്സുകാരിയായിട്ടുള്ള ഒരു ലാറ്റിൻ യുവതി, അവരുടെ ഒരു സഹോദരിയുണ്ട് കൂടെ, അവരെ കാണാതാകുന്നു. അങ്ങനെ ഇവിടെ അന്വേഷണം നടക്കുന്നു, വലിയ അന്വേഷണം നടന്നു. അവർ കൊണ്ടുവന്ന് ഇവിടെ കോവളം പോലീസ് സ്റ്റേഷനിൽ ഈ അനിയത്തി സഹോദരി കൊണ്ടുവന്ന് പരാതി കൊടുത്തു. പോലീസിന്റെ അന്വേഷണത്തിൽ CCTV-യിൽ ഇവർ കോവളത്ത് വന്നിട്ടുണ്ട്. പിന്നീട് ഇവർ എങ്ങോട്ട് പോയി എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. അതിങ്ങനെ നീണ്ട് ഒരുപാട് കാലം ഇങ്ങനെ നീണ്ടുപോയ ശേഷം ആണ് ഇവരുടെ ബോഡി 1 മാസത്തോളം കഴിഞ്ഞിട്ട്, 1 മാസത്തിലും അധികമായെന്നാണ് എൻ്റെ ഓർമ്മ, ഇവിടെ കോവളത്ത് പനത്തുറയ്ക്കടുത്ത് വാഴമുട്ടം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. വാഴമുട്ടം, അവിടെ ഒരു പൊന്തക്കാട്ടിൽ ഈ ബോഡി വൈകിട്ട് കണ്ടെത്തുമായിരുന്നു. ഒരു വൈകുന്നേരമാണ് ഇത് കണ്ടെത്തുന്നത്. അപ്പം ഒരു ബോഡി അവിടെ കണ്ടെത്തി. ഇപ്പം നമ്മൾ ഈ ക്രൈം റിപ്പോർട്ടർമാർക്കൊരു പ്രത്യേകതയുണ്ട്. അവർ രാവിലെ പോലീസിൽ വിളിക്കും. നമ്മൾ പോലീസിൽ വിളിച്ചിട്ട് സംഭവം ഉണ്ടോന്നല്ല, വിശേഷം വല്ലതും ഉണ്ടോ, അതാണ് നമ്മുടെ ഭാഷ. ക്രൈം റിപ്പോർട്ടർമാരുടെ ഭാഷയും പോലീസിന്റെ ഭാഷയും അതാണ്. അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ വിശേഷമൊന്നും ഇല്ലടേ എന്ന് പറയും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും. രാവിലെയും വിളിക്കും, വൈകിട്ടും വിളിക്കും. ഇത് നമ്മുടെ ഒരു ഷെഡ്യൂളാണ്, ഈ ക്രൈം റിപ്പോർട്ടേഴ്സിന്റെ ഒരു ഷെഡ്യൂളാണ് ഇത്. രാവിലെയും വൈകിട്ട് ഇവരെ ഇങ്ങനെ വിളിക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വൈകിട്ട് വിളിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം, ഒരു ബോഡി അവിടെ കിടക്കുന്നു. അപ്പോൾ ഇവരുടെ ബോഡി ജീർണിച്ചതാണ്. ഇതിൻ്റെ മുകളിൽ ഒരു ഓവർകോട്ട് ഉണ്ട്. ഇവരെ കാണാതായ സമയത്ത് ഓവർകോട്ടില്ല. ആരുടെ? ഈ പറയുന്ന ലാറ്റിൻ വിദേശ വനിതയ്ക്ക് ഓവർകോട്ട് ഉണ്ടായിരുന്നില്ല. അവർ ധരിച്ചിരുന്ന അന്നത്തെ വസ്ത്രത്തിൻ്റെ നിറമൊക്കെ ഞാൻ മറന്നുപോയി. ഈ ഒരു നീല ഒരു ജാക്കറ്റ് ഇവരുടെ ദേഹത്തുണ്ടായിരുന്നു. ഈ ബോഡിയിൽ ഒരു ജാക്കറ്റ് ഉണ്ടെന്നായിരുന്നു പോലീസ് പറയുന്ന മറുപടി. അപ്പോൾ ഇവരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. എന്നാലും ഇവരാണെങ്കിൽ അതൊരു വലിയ വാർത്തയായി മാറും. കാരണം ഇവരെ സംബന്ധിച്ച്, ഇവരെ കുറിച്ചുള്ള അന്വേഷണം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ തെരഞ്ഞുകൊണ്ടുള്ള പോലീസിന് വലിയ പ്രഷർ വന്നു, എംബസി എന്നുള്ള പ്രഷർ വന്നു. അങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഇവരുടെ ഈ ബോഡി കണ്ടെത്തുന്നത്. അതിനുശേഷം പോലീസ് പരിശോധന നടത്തി. പിറ്റേന്ന് രാവിലെ ഇവരുടെ സഹോദരിയും സുഹൃത്തും അവിടെ എത്തി. ഇവരെ കണ്ടു.
ഇവരുടെ ഈ പിന്നെ അപ്പോഴത്തേക്ക് ദ്രവിച്ചു ശരീരം മുഴുവൻ അഴുകിപ്പോയി. പൊന്തക്കാട്ടിലെ ഒരു വള്ളിപ്പടർപ്പിനിടയിൽ ഇതിങ്ങനെ ചാരി ഇരിക്കുന്നത് പോലാണ് ഈ മൃതശരീരം. ഇത് മൃതശരീരമാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ. ഞാനത് വൈകിട്ടാണ് കാണുന്നത് ഈ ബോഡി. ഒരു അപ്പത്തൊന്നും ഏതാണ്ട് 5 മണിയായാൽ പോലും ആ സ്ഥലം ഇരുട്ട് വീഴും. ഇരുട്ട് വീഴുന്ന ഒരു സ്ഥലമാണ്. വലിയ കാട് പിടിച്ച തൊട്ടടുത്ത് ആളുകൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റാത്ത ഗ്രോ ബീച്ചിന്റെ ഇക്കരക്കരയാണിത്. കോവളം ഗ്രോ ബീച്ചിന്റെ ഇക്കരക്കരയാണ്. വള്ളത്തിലൊക്കെ എത്താൻ പറ്റുള്ളൂ. റോഡ് മാർഗം നമുക്ക് പനത്തുറയും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കണ്ടക്കാടി എത്താം. പക്ഷേ അത് ചതുപ്പ് നിലമാണ്. അതിൽ കൂടെ നടന്ന് നമ്മൾ ഏതാണ്ട് ഒരു 100-500 മീറ്റർ നടന്നാലേ ഈ പൊന്തക്കാട്ടി എത്താൻ പറ്റും. 5 മണിക്ക് കാണുന്നു. 5 മണിക്ക് നമ്മളത് കാണുന്നു. 5 മണിക്ക് കണ്ട ശേഷം അത് ഇരുട്ടിൽ കിടക്കുകയാണ്. പിന്നീട് പിറ്റേന്ന് രാവിലെ ഇവരുടെ സഹോദരി വരുന്നു. അവർക്ക് സംശയമുണ്ടെന്ന് പറയുന്നു. തുടർന്ന് അവിടെ നിന്നൊരു DNA പരിശോധന നടത്തുന്നു. അത് ഇവരാണെന്ന് ബോധ്യപ്പെടുന്നു. കൊല്ലപ്പെട്ടു. തുടർന്ന് ഇവരുടെ FSL ലാബിൽ ഇവരുടെ പരിശോധന നടന്നു. ആന്തരികാവയവങ്ങളുടെ അടക്കമുള്ള പരിശോധനയും പോസ്റ്റ്മോർട്ടവും എല്ലാം വളരെ വിശദമായി നടത്തിയ ശേഷം അന്ന് വൈകിട്ട് ഇവരുടെ റിപ്പോർട്ട് വരുന്നു. ഇവർ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം കഴുത്ത് മുറുക്കിയാണ് ഇവരെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം കഴുത്ത് മുറുക്കി സ്ട്രാങ്കുലേഷനാണ്. അപ്പം കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തിയിട്ട് പിന്നെ ബോഡി അവിടെ ഉപേക്ഷിച്ചതാണെന്ന് വലിയ പ്രഷറായി. ലാറ്റിൻ എംബസിയാണ്, വിദേശ എംബസി. ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയമാണ്. വലിയ പ്രഷർ വന്നു. ലോക്നാഥ് ബെഹ്റയ്ക്ക് ഇരിക്കാൻ വയ്യ. പോലീസ് ഇവിടെ ആകെ കരുത്തനായ DGP എന്ന് ഇവർ പറയുന്നതല്ല ഉള്ളൂ. ഇതിലൊക്കെ ഒരുപാട് കേസുകളുണ്ടെന്ന്. ഒരു അമീറുൽ ഇസ്ലാമിന്റെ ഒക്കെ കേസുകൾ എടുത്ത് ചേട്ടൻ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇതിന് ശേഷം ഇവരെ പിന്നെ പോലീസ് ഈ കോവളമടക്കം തിരുവനന്തപുരത്ത് എല്ലായിടത്തും ഒരു പെട്ടി കൊണ്ടുവച്ചു. ഒരു ബോക്സ്. ഈ ബോക്സിലെ കണ്ടന്റ് ഇതാണ്. അവർ എഴുതി വെച്ചിരിക്കുന്ന ഇതാണ്: ഈ വനിതയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം നൽകാനാകുമെങ്കിൽ ഈ ബോക്സിൽ നിങ്ങൾ ആരും പേര് പോലും അറിയാതെ ഇത് കൊണ്ടിടാം. അതിനുള്ള സൗകര്യമാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഇത് പോലീസ് വെച്ച് വലിയ കാത്തിരുന്നു. 19 പെട്ടി ഈ സിറ്റിയിലും കോവളത്തും പനത്തുറയിലും വാഴമുട്ടത്തും എല്ലാം കൊണ്ടുവച്ചു കൊടുത്തു. അവസാനം ഇതിൽ നിന്ന് കിട്ടിയെന്താണെന്നറിയാമോ? ഇവിടുത്തെ ഒരു IPS ഓഫീസർ, വനിതാ ഓഫീസർക്ക് ലവ് ലെറ്റർ, ഏതോ ഒരു ബിരുദനിധി ഒരു ലവ് ലെറ്റർ എഴുതി കൊണ്ടിട്ട് കൊടുത്ത്. അത് 10-18 പേജുള്ളൂ ലവ് ലെറ്റർ കൊണ്ട് എഴുതിയിട്ട് കൊടുത്ത്. പോലീസ് ഇത് വലിയ കാര്യമായിട്ട് ഇത് എന്തോ കിട്ടിയെന്ന് വിചാരിച്ചെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ലവ് ലെറ്റർ. അത് ഈ പലതും അക്ഷരം തെറ്റും. അങ്ങനെ ഇത് ഒരു ഓട്ടോ ഡ്രൈവറെ ഇവർ പിടികൂടി. അയാളൊരു യോഗാധ്യാപകനാണ്. ഈ യോഗാധ്യാപകനെ ഇവർ പിടികൂടിയിട്ട് കൊണ്ടുപോയി ഇഞ്ച ചതയ്ക്കുന്ന പോലെ ചതച്ചു പറയിക്കാൻ. കാര്യം ഇവരുമായി സംസാരിക്കുന്നത് ഏതോ ഒരു ബിരുദൻ പറഞ്ഞു ഇയാളുമായി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഇയാളോട് ഈ ബിരുദന് ഇത്തിരി പകയുണ്ടായിരുന്നു. ഈ പാവത്തിനെ കൊണ്ടുപോയി നല്ല രീതിയിൽ ചതച്ച് ഒരു പരുവാക്കി. ഇദ്ദേഹം എന്നിട്ടും കുറ്റമായിട്ടില്ല. ഇവര് പറഞ്ഞു കുറ്റമേൽക്ക്, നിനക്ക് ഊരിപ്പോകാനുള്ള വകുപ്പൊക്കെ നമ്മൾ തരാമെന്നൊക്കെ വാഗ്ദാനം കൊടുത്തു. കുറ്റം നീ അങ്ങ് ഏക്ക്, തൽക്കാലം നീ അങ്ങ് ഏക്ക്, പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ കാര്യം റെഡിയാക്കി എടുക്കാന്നൊക്കെ പറഞ്ഞ്. പക്ഷേ പുള്ളി എത്ര ഇടി കൊണ്ടിട്ടു. യോഗാധ്യാപകനാണ് അയാൾ, പറഞ്ഞില്ല, സമ്മതിച്ചില്ല. അങ്ങനെ ആ കേസിനി പോകുന്ന വഴിക്ക് ബാക്കി ഞാൻ പറയാം അതിൻ്റെ. അങ്ങനെയാണ് ഉമേഷിനെയും ഉദയനെയും പിടികൂടുന്നത്. ഉമേഷിനും ഉദയനും ഇവരെ ഗ്രോ ബീച്ച് വെച്ച് കണ്ടിട്ടുണ്ട്, അത് സത്യമാണ്. അവരത് പറയുകയും ചെയ്യുന്നുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെന്റിലും അതുകൊണ്ട്, ഉമേഷിന്റെയും ഉദയന്റെയും. ഇവർ നടന്നു വരവേ ഞങ്ങൾ അവിടെ നിൽക്കുകയായിരുന്നു, ഫൈബർ വള്ളത്തിന്റെ അവിടെ നിൽക്കുകയായിരുന്നു. ഇവർ വന്ന് ഞങ്ങളോട് ഒരു സിഗരറ്റ് ചോദിച്ചു. സിഗരറ്റ് കൊടുത്തു. ഇവർ സിഗരറ്റും വലിച്ച് മുന്നോട്ട് നടന്നു പോയി. ഇതാണ് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. അവർ പറയുന്ന മൊഴി ഇതാണ് ആദ്യഘട്ടത്തിലെ സ്റ്റേറ്റ്മെന്റ്. ഇത് ഞാൻ ക്രൈം റിപ്പോർട്ടർ, ഞാൻ ഇത് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ട്, ഞാനായിരുന്നു റിപ്പോർട്ടർ, ഞാൻ ഇതിനെ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടേയിരുന്നു. അതിനുശേഷം പിന്നീട് പോലീസ് പറയുന്ന കഥ, ഈ വിദേശ വനിതയെ ആ ഫൈബർ ബോട്ടിൽ ഇവർ പൊന്തക്കാട്ടിലെത്തിച്ച് പിന്നെ മയക്കുമരുന്ന് നൽകി ഉമേഷും ഉദയനും ചേർന്ന് പീഡിപ്പിച്ചു. രാത്രിയിൽ വീണ്ടും പീഡനം നടത്താൻ ശ്രമിക്കവേ ഈ വിദേശ വനിത അതിനെ എതിർക്കുകയും തുടർന്ന് കഴുത്ത് മുറുക്കി ഇവർ ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതാണ് പോലീസിന്റെ ഒരു കണ്ടെത്തൽ. അന്ന് ബെഹ്റയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞുതരാം. അന്നത്തെ ബെഹ്റയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഉമേഷ് നിരവധി കുട്ടികളെ ഈ പൊന്തക്കാട്ടിലെത്തിച്ച് പീഡിപ്പിച്ചിട്ടുണ്ട്, അയാൾക്കെതിരെ പോക്സോ കേസ് എടുക്കും, അയാൾക്കെതിരെ പോക്സോ കേസ് ഞങ്ങൾ ചുമത്താൻ പോവുകയാണ് എന്നതായിരുന്നു ലോക്നാഥ് ബെഹ്റ പറഞ്ഞ ഒരു കാര്യം. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പോക്സോ കേസാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് ഫ്രം സെക്ഷൽ ഒഫൻസ്. വലിയ കുറ്റകൃത്യം, കൊലപാതകം പോലെ തന്നെ കുറ്റകൃത്യമാണ്. പക്ഷേ ഒരിക്കൽ പോലും അത് എടുത്തിട്ടില്ല അയാൾക്കെതിരെ. ഇതാണ് ലോക്നാഥ് ബെഹ്റയുടെ ഒരു പണി ഇതിനകത്ത്, ഉടായിപ്പ്. ഇതെടുത്തിട്ടില്ല ഉമേഷിനെതിരെ.
ഉദയൻ ഒരു ഒരു പിന്നെ ഗൈഡാണ്, ടൂറിസ്റ്റ് ഗൈഡാണ്. ഔദ്യോഗികമായിട്ടുള്ള ഗൈഡല്ല, അല്ലാണ്ടുള്ള ഗൈഡായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇയാൾക്ക് ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. ഇയാളാണ് വിദേശ വനിതയെ ചാക്കിലാക്കി ഈ ഫൈബർ വള്ളത്തിൽ ഈ സ്ഥലത്തിൽ എത്തിച്ചത്. ഇതാണ് ഇതിന്റെ കുറ്റപത്രം. തുടർന്ന് ഇവരെ തെളിവെടുപ്പിന് കൊണ്ടുപോയി. തെളിവെടുപ്പിന് കൊണ്ടുപോയപ്പോഴെല്ലാം സാധാരണ പ്രതികൾ കാണിക്കുന്ന ഒരു രീതിയുണ്ട്. പ്രതികൾ അവര് ആദ്യമൊക്കെ ഒരു ഇച്ചിരി ബഹളമൊക്കെ ഉണ്ടാക്കിയാൽ അവരവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ചെയ്തു അന്നോര് പറയും. ഇവന്മാർ അതിന്റെ ആദ്യാവസാനം അവന്മാർ വിളിച്ചു പറഞ്ഞ എന്തറിയാമോ, ഞങ്ങളുടെ നുണപരിശോധന നടത്തിനിടാന്ന പോലീസിനോട് വിളിച്ചു പറഞ്ഞു. ആ വിഷ്വൽ എടുത്ത് അതിനകത്ത് കാണാൻ പറ്റും. നിനക്കൊക്കെ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നുണപരിശോധന നടത്തിനിടാന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു ഇവന്മാർ. ആദ്യാവസാനം അവന്മാർ അതാ വിളിച്ചു പറഞ്ഞേ. വിധി വന്നപ്പോഴും അവന്മാർ അതാ വിളിച്ചു പറഞ്ഞേ. വിധി വന്നു, കോടതിയിൽ അഡീഷണൽ സെഷൻസ് കോടതി ഇവന്മാരെ ജീവപര്യന്തം ശിക്ഷിച്ചു. അപ്പോഴും വിളിച്ചു പറഞ്ഞു 1,00,000-ലധികം രൂപ പിഴ ചുമത്തി. അപ്പോഴും ഇവർ വിളിച്ചു പറഞ്ഞത് ഞങ്ങളുടെ നുണപരിശോധന നടത്തിനിടാന്നായിരുന്നു. പിന്നീട് ഇവർ പറയുന്നൊരു ആ തെളിവെടുപ്പിനിടെ ഇവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ മുടി പറിച്ചുകൊണ്ട് പോയി കസ്റ്റഡിയിൽ വെച്ച് ഞങ്ങളുടെ മുടി പറിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ടിട്ടിട്ടാണ് ഞങ്ങളെ പ്രതിയാക്കിയത്. മുടി പറിച്ചുകൊണ്ട് പോയിട്ടിട്ടാണ് ഞങ്ങളെ പ്രതിയാക്കിയത്. പിന്നെ ഇതിലെ ഒരു ആയുധം, ആ ആയുധം പോലീസാണ് കൊണ്ടിട്ടത്. പല കേസുകളിലും അങ്ങനെയാണ്. ആ ആയുധം പോലീസ് തെളിവ് ഉണ്ടാക്കി എടുക്കുകയായിരുന്നു. ഇതിപ്പോ പ്രതി ഇവരാണോ ഈ പറഞ്ഞ പോലെ കടലിൽ വലിച്ചെറിഞ്ഞതും പുഴയെ വലിച്ചെറിഞ്ഞതും ഒക്കെ എങ്ങനെ കിട്ടാതെ ഇപ്പൊ കാണിച്ചു കൊടുക്കുമല്ലോ ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്, അതൊക്കെ പോലീസ് കൊണ്ടിടുന്നതാണ്. ഇവരാണ് ചെയ്തതെങ്കിൽ പോലീസ് ചെയ്യുന്നത് ശരിയാണ്. ഉമേഷ് മുതേനാണ് അത് ചെയ്തതെങ്കിൽ അവര് വ്യക്തതയില്ലാത്തൊരു കാര്യമാണ്. അവരാണിത് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് 100% ഈ പോലീസ് തെളിവ് ഉണ്ടാക്കിയെങ്കിൽ, ഇല്ലാത്ത തെളിവ് ഉണ്ടാക്കിയെടുത്തായാലും എമാരെ ശിക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. പിന്നെ എനിക്കതിൽ സംശയം തോന്നുന്ന ഒരു കാര്യം, ഈ 2 പേര്, ഈ ഉമേഷിന്റെ ഉദയന്റെയും പെരുമാറ്റം, പിന്നെ ഇത് കൂടാതെ ഈ പൊന്തക്കാട്ടിൽ സ്ഥിരമായി തമ്പടിക്കുന്ന ഒട്ടനവധി കക്ഷികളുണ്ട്. അത് കാരണം ഞാൻ അത് പറയാനുള്ള കാരണം, ഞാൻ അവിടെ ഈ സ്ഥലത്ത് പോയ ദിവസം, അതായത് ഈ സ്ഥലത്ത് പോയ ദിവസം ഈ സംഭവം നടന്ന് അവിടെ അവിടെ പോയ ദിവസം ഈ കുറ്റിക്കാട്ടിൽ, ആ പൊന്തക്കാട്ടിൽ ഈ ബോഡി കുറച്ച് അകത്തോട്ടാണ് ഇരിക്കുന്നത്. അവിടെ കിടന്ന ഒരു ബിയർ കുപ്പി, ആ ബിയർ കുപ്പി തട്ടി അനക്കിയപ്പോൾ അത് അപ്പോഴും പാക്ക് ചെയ്യുന്നുണ്ട്. അതായത് അതിന് കുറച്ചു നേരം മുമ്പും അവിടെ ആളുണ്ട്. ഒരു പക്ഷേ രാവിലെയോ മറ്റോ അല്ലെങ്കിൽ തലേന്നോ മറ്റവര്, അതായത് ഇത് കണ്ടവരെന്ന് പറയുന്നത് കൊണ്ടുവന്നത് റമ്മ് കൊണ്ടുവന്നാണ് അവർ കഴിച്ചിരിക്കുന്നത്. അതിലൊരാൾ മൂത്രമൊഴിക്കാൻ വേണ്ടി അതിനുള്ളിലേക്ക് പോയപ്പോഴാണ് ഇത് കണ്ടത്. ഈ പൊന്തക്കാട്ടിൽ ഒരു ബിയർ കുപ്പി കിടപ്പുണ്ട്, അത് പതയുകയും ചെയ്യുന്നുണ്ട്. അത് കാലുകൊണ്ട് തട്ടിയപ്പോൾ അത് പതയുന്നുണ്ട്. നമ്മൾ പോലീസല്ലല്ലോ, നമുക്ക് എന്നിട്ട് പറയാം ഇത് ഇവിടെ ആരോ നേരത്തെ വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റൂ. നമ്മൾ പ്രതിയാവും. കേരള പോലീസിനെ നീ ആരാടാ കേസ് പിടിപ്പിക്കാനെന്ന് ചോദിക്കും. അപ്പൊ ഇങ്ങനെ കുറെ സാധനങ്ങൾ അവിടെ ഉണ്ട്. അത് മാത്രമല്ല അവിടെ ഒരുപാട് വസ്തുക്കൾ, അതിനിടയിലൊക്കെ മഴ പെയ്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു. മഴ പെയ്ത ദിവസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും നശിക്കാത്ത ഏതാണ്ട് ഒരാഴ്ചയോ 1.5 ആഴ്ചയൊക്കെ പഴക്കമുള്ള കുറേ വസ്തുക്കൾ അവിടെ കിടപ്പുണ്ട്. ആ പൊന്തക്കാട്ടിലുണ്ട്. ആ പൊന്തക്കാട്ടിൽ ഈ 1 മാസം അവിടെ ബോഡി, അവിടെ സ്ഥിരമായി വരുന്ന ടീംസ് ഉണ്ട്. അവർക്ക് ആരുടെയും കണ്ണിൽ ഇത് പെട്ടിട്ടില്ല. അതെനിക്കൊരു വലിയ സംശയം തോന്നി. എന്തുകൊണ്ട് ഈ പൊന്തക്കാട്ടിൽ സ്ഥിരമായി വരുന്നവരാരും ഇത് കണ്ടില്ല, ഈ 1 മാസം ഇത് കണ്ടില്ല എന്നുള്ളത് എൻ്റെ ഒരു വലിയ സംശയമായിരുന്നു. പിന്നെ ഇവരെ പിടിച്ചുകൊണ്ട് പോകുന്നത് വരെയും ഈ ഉമേഷും ഉദയനും അവരുടെ ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അന്വേഷിച്ച കാര്യമാണ്. ഇവന്മാരെ പിടിച്ചുകൊണ്ട് പോകുന്നത്, ഇവന്മാരെ ഒരു ഉച്ചയ്ക്കാണ് പിടിച്ചുകൊണ്ട്. ആ സമയം വരെയും ഉമേഷ് ഒരു കെയർ ടേക്കറാണ്. ഉദയൻ അതുപോലെ തന്നെ ഗൈഡായിട്ട് തന്നെ ജോലി ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഉച്ചയ്ക്കാണ് ഇവരെ 2 പേരെയും, ആദ്യം ഉമേഷിനെ പിടിക്കുന്നു, പിന്നാലെ ഉദയനെ പിടിക്കുന്നു, ഇങ്ങനെ കൊണ്ടുപോകുന്നു. ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇവരാണ് പ്രതികളെങ്കിൽ തെളിവുണ്ടാക്കിയതിൽ യാതൊരു തെറ്റുമില്ല, അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ സംശയം നിലനിൽക്കുന്ന കേസാണ്. പക്ഷെ അവർ ആവർത്തിച്ച് വിളിച്ചു പറയുന്നുണ്ട്. കാര്യം ഇവന്മാരെ ഈ വിളിച്ചു പറഞ്ഞ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ വെച്ച് ഇത് വിളിച്ചു പറയുന്നു. മീഡിയ ഒക്കെ നിൽക്കുമ്പോഴാണ് പോലീസിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഈ തെളിവെടുപ്പിനിടെ ഞങ്ങളുടെ നുണപരിശോധന നടത്തുന്നടാ എന്ന് പോലീസിനോട് വിളിച്ചു പറയുന്നത്. ഇവന്മാരെ പിന്നെയും കൊണ്ടുപോയി ഇടിക്കും. ആദ്യത്തെ റൗണ്ട് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ഇത് വിളിച്ച് പറഞ്ഞവന്മാരെ പിന്നാലെ കൊണ്ടുപോയിട്ട് ചവിട്ടി കൂട്ടും. എന്നിട്ടും അവന്മാര് 2ാമത്തെ ദിവസം തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ വീണ്ടും ഇത് തന്നെ വിളിച്ചു പറഞ്ഞു. അത് എന്തായാലും ഇടികൊള്ളും, ഉറപ്പാണ്. നല്ല ഇടിക്കും പോലീസ്. ഇടിയെന്നൊന്നും അല്ല പോലീസ് എന്ത് ചെയ്യുന്നു, ആ യോഗാധ്യാപകന്റെ ഇനിയാണ് യോഗാധ്യാപകനിലേക്ക് നമ്മൾ കറങ്ങി വരുന്നത്. ഈ യോഗാധ്യാപകനോട് എന്താ ചെയ്തതെന്ന് അറിയാമോ? ഈർക്കിലില് മുളക് തേച്ചു, എന്നിട്ട് ഈ ജനേന്ദ്രിയത്തിനകത്ത് കയറ്റി. അയാൾ എന്നോട് പറഞ്ഞതാണ്, അയാൾ എന്നോട് പറഞ്ഞ കാര്യമാണ്.
അപ്പോൾ അയാളുടെ എന്നോട് പറഞ്ഞു അയാൾ എനിക്ക് ബൈറ്റ് തന്നു ഈ ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാൾ ഒരു പരുവായി. പോലീസ് പഞ്ചസാര വെള്ളമൊക്കെ കുടിപ്പിച്ചത്, പഞ്ചസാര വെള്ളമൊക്കെ കുടിപ്പിച്ച് ഇടിച്ച് ഇയാൾ മനുഷ്യാവകാശ കമ്മീഷന് കൊണ്ട് പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ ഇവിടുത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായ അയാളെ പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇതിന്റെ പിന്നാലെ പോയാ ഒരു എക്സ്ട്രാ ഞാൻ FIR ഓൾട്ടർ ചെയ്യും, ഓൾട്ടർ ചെയ്തിട്ട് നിന്നെ കൂടി എഴുതി കയറ്റും, നിന്റെ കുടുംബം ഞാൻ തൊലയ്ക്കുമെന്ന് പറഞ്ഞു. അയാൾ ആ മനുഷ്യാവകാശ കമ്മീഷനിൽ പോയിട്ട് ഈ പരാതി പിൻവലിച്ചു. മനുഷ്യാവകാശ കമ്മീഷനിൽ നമ്മുടെ ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ PMG ഇല്ലയോ, PMGയുടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡ് നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ ഒക്കെ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഓഫീസ്. അതിന്റെ താഴെ നിന്നാണ് ഞാൻ ഇയാളെ കാണുന്നത്, ഞാൻ ബൈറ്റ് എടുക്കുന്നത്, അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കുന്നത്. അടുത്ത സ്പോട്ടിൽ തന്നെ ഈ ബൈറ്റ് എടുത്തതിന്റെ തൊട്ട് പിന്നാലെ ഇയാൾക്ക് വിളി വന്നു. ഇയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് കൊടുക്കല്ലേ, ഡിലീറ്റ് ചെയ്യണം. എന്നിട്ട് അയാൾക്ക് വിശ്വാസമില്ല, എന്നിട്ട് എന്നെ അയാളുടെ മുന്നിൽ നിർത്തി തന്നെ എന്റെ ക്യാമറയിലെ ബൈറ്റ് അയാൾ ഡിലീറ്റ് ചെയ്യിച്ചു. ഓട്ടോ ഡ്രൈവറുമാണ്, യോഗാധ്യാപകരുമാണ് അയാൾ. ഇതാണ് ഈ കേസിലെ എനിക്ക് സംശയം ഉണ്ടായത്. ഇങ്ങനെ കുറെ കേസുകളിൽ എനിക്ക് പലപ്പോഴും സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. ചേട്ടൻ നമുക്ക് ഒരു ദിവസം കോവളത്ത് പോകുന്ന ദിവസം ഞാൻ പനത്തറയിൽ കൊണ്ടുപോയി ഈ കണ്ടൽക്കാട് ഞാൻ ചേട്ടനെ കാണിച്ചു തരാം. ഇപ്പോഴും അത് കണ്ടൽക്കാട്, ഈ കണ്ടൽക്കാടല്ല ഈ പൊന്തക്കാട് കാണിച്ചു തരാം. അതൊരു സാമൂഹിക വിരുദ്ധ കേന്ദ്രമാണ്. അവിടെ ഈ 1 മാസം ആ ബോഡി അവിടെ കിടക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അവിടെ ആളുകൾ വരുന്നുണ്ട്, അവരാരൊക്കെയോ ഇത് കണ്ടിട്ടുണ്ട്, എന്നിട്ടും അവരിത് എന്തുകൊണ്ടോ ഇത് പുറത്തറിയിച്ചില്ല. ഇത് ഈ 2 പേര് ആണ് ലാസ്റ്റ് വൈകിട്ട് വന്ന 2 പേര് അവിടെ മദ്യപിച്ചു. അവിടെ അവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ടപ്പുറത്ത് നദിയാണ്. ഈ നദിയുടെ കരയിൽ ഇരുന്നിട്ട് ഇവർ മദ്യപിച്ചു. ഇതിലൊരാൾ മൂത്രമൊഴിക്കാൻ വേണ്ടി ഇതിലേക്ക് ചെല്ലുമ്പോഴാണ് ഈ ബോഡി കാണുകയും ഈ മറ്റേ തിരിച്ചു വന്ന് ഇയാളോട് പറയുകയും ഇവർ 2 പേരും കൂടെ പിന്നെ ഓടുമായിരുന്നു നിലയും വിളിച്ചു. ഈ ഓടിയപ്പോഴാണ് റോഡിലേക്ക് എത്തുമ്പോൾ വീട്ടുകാരൊക്കെ അറിഞ്ഞ്, പിന്നെ പോലീസ് അറിഞ്ഞ്, പിന്നെ പോലീസ് വരുന്നു, ഉമേഷ് ഉദയനും പ്രതിയാവുന്നു. ഇപ്പൊ ഏതായാലും ജീവപര്യന്തമാണ്. ജീവപര്യന്തം എന്ന് പറയുമ്പോൾ ഇവരുടെ കാര്യത്തിൽ ജീവിതാവസാനം വരെ ഇനി ഏകദേശം ഒരു 10, 60, 65 വയസ്സ് വരെ കിടക്കേണ്ടി വരും. പിന്നെ അവസാനം വാർദ്ധക്യപരമായിട്ടുള്ള അസുഖങ്ങളെ തുടർന്നോ അല്ലെങ്കിൽ കാര്യങ്ങളെ തുടർന്നോ. ഇവരുടെ ഒരു പ്രത്യേകത എന്താ അറിയാമോ, ഇങ്ങനെയുള്ളവരെ പിടികൂടി കൊണ്ടുപോയി നമ്മൾ ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ കേസ് ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി വാദിക്കാൻ ആരും ഉണ്ടാവാറില്ല. ഈ അമീറുൽ ഇസ്ലാമിന്റെ കാര്യത്തിലും കുറച്ച് ഇപ്പൊ ഈ പറയുന്ന കുറച്ച് സമിതിയൊക്കെ ചേർന്നിട്ടാണ് കുറച്ച് പേര് ഈ കോടതിയിലൊക്കെ പോയത്. അതും വലിയ കാര്യമായിട്ട് വാദമൊന്നും അവിടെ നടന്നിട്ടില്ല, അത് വേറെ കാര്യം. കാര്യമായൊരു വാദവും നടന്നില്ല. ജസ്റ്റിസ് ഫോർ അമീർ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് ചില സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. പോലീസ് അവരെയൊക്കെ വരട്ടുകയും ചെയ്തു, നിന്റെ കൂപ്പാടങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞു. ജസ്റ്റിസ് ഫോർ അമീർ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചവന്മാരെയൊക്കെ പോലീസ് നൈസായിട്ട് വരട്ടി. പോലീസിന്റെ ഇങ്ങനെയൊക്കെയുള്ള ചില പണികളുണ്ട്. പോലീസ് ഇതൊക്കെ നോക്കി വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കളയും. ഈ ഉമേഷിന്റെ ഉദയന്റെ കാര്യത്തിൽ ഇനി മേൽക്കോടതിയിലോട്ട് പോകാൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതൊരു ദളിതരാണ് അവർ. സാമ്പത്തികമായി വളരെ അങ്ങേയറ്റം. ഞാൻ ഇവരുടെ വീട്ടിൽ പോയിരുന്നു. ഇവരുടെ വീട്ടിൽ എന്തോ ഒരു തെളിവുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് തെളിവാണെന്ന് ഓർമ്മയില്ല. തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോഴും ആ സ്ത്രീകൾ അവിടെ നിന്ന് സ്ത്രീകൾ മുഴുവൻ കിടന്ന് നിലവിളിക്കുമായിരുന്നു ഇവരെ കൊണ്ടുവന്നപ്പോൾ. ഇവരും നിലവിളിക്കുന്നുണ്ട്, അവിടെ കൂടിയുന്ന സ്ത്രീകളും നിലവിളിക്കുന്നുണ്ട്. ഇവർ വിളിച്ച് പറയുന്നുണ്ട്, അമ്മ ഞാൻ ചെയ്തിട്ടില്ല, എന്നെ നുണപരിശോധന നടത്താൻ പറയാം അമ്മ എന്ന് പറഞ്ഞിട്ട് നിലവിളിയായിരുന്നു. അതായത് ഇവന്റെ അമ്മയോട്. അവരുടെ അമ്മ ഭയങ്കര അവിടെ നിന്ന് മതിലിന്റെ അവിടെ ചാരി എന്ന് പൊട്ടിക്കരയെന്ന് ഞാൻ കണ്ടായിരുന്നു. പിന്നെ ഈ ഇദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു വിവാഹം കഴിക്കാൻ പെൺകുട്ടിയാണെന്ന് തോന്നുന്നു, അതും അവിടെ നിലവിളിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് പിന്നീട് ഞാൻ അവിടെ നിന്ന് ഈ കേസിന്റെ ആ ഒരു തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ട്രാൻസ്ഫർ ആയിട്ട് വേറെ, ഞാൻ പറഞ്ഞില്ലേ പല കേസുകളിലും തുടക്കത്തിൽ ഒരു 3-4 ദിവസം ഞാൻ ഇരിക്കുക, കഴിയുമ്പോഴത്തേക്ക് ഞാൻ ട്രാൻസ്ഫർ ആയി പോകും. ട്രാൻസ്ഫർ ആയി വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും. വേറെ ട്രാൻസ്ഫർ അല്ല, ഡെപ്യൂട്ടേഷൻ അടിച്ചു തരും. ഡെപ്യൂട്ടേഷനിൽ ഞാൻ വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ റിപ്പോർട്ടറായിട്ട് പോകും. അപ്പോൾ വേറെ എന്തെങ്കിലും കേസ് വരും. ഞാനിരുന്നപ്പോഴാണ് തൃശ്ശൂർ മറ്റേ ആ വലിയ കൊലപാതകം നടക്കുന്നത്, നിഷാം പിന്നെ ചന്ദ്രബോസിനെ കൊലപ്പെടുന്നത്. അത് ഇനി ഒരു ദിവസം ആ കഥ പറയാം. അപ്പോൾ ഈ കഥ ഇത് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ലോക്നാഥ് ബെഹ്റ തേടി വരാതിരിക്കട്ടെ. അതെ, നന്ദി.